വിജയിക്കാൻ ആദരവ്. ഇവിടെ ഒരു വ്യാഴവട്ടക്കാലമായി പ്രവർത്തിക്കുന്ന കണ്ണൻ പാട്ടാളി സ്മാരക കഥകളി ട്രസ്റ്റിൻ്റെ ഒരു ആസ്ഥാന മന്ദിരത്തിന് ഇന്നിവിടെ തുറക്കപ്പെടുകയാണ്. കഴിഞ്ഞ 12 വർഷമായി നമ്മുടെ ജില്ലയിലെമ്പാടും ജില്ലയ്ക്ക് പുറത്തും വിദ്യാർത്ഥികൾക്കിടയിലും കലാസ്വാദകർക്കിടയിലും ബഹുജനങ്ങൾക്കിടയിലും കഥകളിയുടെയും മറ്റ് തനത് കലാരൂപങ്ങളുടെയും അതുപോലെ തന്നെ ഫോക്കുമായി ബന്ധപ്പെട്ട കലാരൂപങ്ങളുടെയൊക്കെ പ്രചരണവും വ്യാപനവും നടത്തുന്നതിനും പുതിയ തലമുറയെ ഈ ക്ലാസിക്കൽ കലാരൂപങ്ങൾ അഭ്യസിപ്പിക്കുന്നതിനൊക്കെ മുൻകൈയെടുത്ത് പ്രചാരം നേടിയ ഒരു സംഘടനയാണ് കഥകളി ട്രസ്റ്റ്. ഓരോ വർഷവും നടക്കുന്ന വാർഷികവും അതിൻ്റെ ഭാഗമായ 2 ദിവസത്തെ പരിപാടിയും അതോടൊപ്പം തന്നെ വിവിധ തുറകളിലുള്ള സാംസ്കാരിക വ്യക്തിത്വങ്ങൾക്കുള്ള അവാർഡ് വിതരണമൊക്കെ നടത്തി വളരെ സജീവമായി സാധാരണ നിലയിൽ ഒരു ഔപചാരിക ട്രസ്റ്റ് എന്നതിനപ്പുറത്തേക്ക് ഒരു ജനകീയ മുഖം ലഭ്യമാക്കിയ ഒരു ട്രസ്റ്റാണ് നമ്മുടെ നാട്ടിൻ്റെ അഭിമാനമായി പ്രവർത്തിക്കുന്ന കഥകളി ട്രസ്റ്റ്. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം വിവിധ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മികവുറ്റ പദ്ധതികളുമായി ട്രസ്റ്റ് ചെല്ലുകയും കാസർഗോഡിൻ്റെ വടക്കേ മലബാറിൻ്റെ സവിശേഷമായിട്ടുള്ള പാരമ്പര്യത്തെ അടയാളപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സമന്വയ 2025 എന്നാണ് ഈ 2 ദിവസത്തെ പരിപാടിക്ക് ശീർഷകമായിട്ട് നൽകിയിട്ടുള്ളത്. കാസർഗോഡ് മേഖല, പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രദേശം ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ച ഒരു അതുല്യ പ്രതിഭയാണ് കണ്ണൻ പാട്ടാളി. അങ്ങനെ ചില പ്രതിഭകൾ നമ്മുടെ കാസർഗോഡ് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ആ പ്രതിഭകൾക്ക് അവർ നൽകിയ സേവനത്തിനും അവർ നൽകിയ ബൗദ്ധികമായ പ്രവർത്തനങ്ങൾക്കുമുള്ള അംഗീകാരം പലപ്പോഴും ലഭ്യമാകുന്നില്ല എന്നതാണ് നമുക്കുള്ളൊരു പോരായ്മ. നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ലെങ്കിൽ നിങ്ങളത് ഒന്നും കൂടി സ്റ്റഡി ചെയ്താൽ മതി. എന്തുകൊണ്ട് പറഞ്ഞാൽ, ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. കഥകളി പോലെ തന്നെ നമ്മുടെ നാട് രൂപപ്പെടുത്തി എടുത്തതാണ് യക്ഷഗാനം. യക്ഷഗാനം ഉണ്ടാക്കിയത് പാർത്ഥിസുബ്ബയാണ്. പാർത്ഥിസുബ്ബ കുമ്പളയിലെ ചേടിക്കാവ് ക്ഷേത്രത്തിലെ ഒരു ക്ഷേത്ര പൂജയെല്ലാം നടത്തുന്ന ഒരാളായിരുന്നു. ആ ക്ഷേത്രത്തിൽ തന്നെ അദ്ദേഹം കഥകളി കണ്ടിട്ടാണ് യക്ഷഗാനത്തിന് രൂപം കൊടുക്കുന്നത്. ഇന്ന് വരെ പാർത്ഥിസുബ്ബയെ സംബന്ധിച്ച് അദ്ദേഹം ഇങ്ങനൊരു മഹാനായിരുന്നു എന്നത് അപൂർവം പേർക്ക് മാത്രമേ അറിയൂ. അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഒരു പരിശ്രമം നടത്തിയപ്പോൾ അത് വേണ്ടത്ര വിജയിച്ചില്ല. ഞാൻ മഞ്ചേശ്വരം MLA ആയപ്പോൾ തുടങ്ങിയത് പകുതിക്ക് കിടക്കുന്നുണ്ട്. ഇതുപോലെ ഉദ്ദേശിച്ചായിരുന്നു ഒരു എല്ലാ കലകളും അഭ്യസിക്കുന്ന ഒരു കേന്ദ്രം ഉരുങ്കാവ് ക്ഷേത്ര പരിസരത്ത് ഞങ്ങൾ തുടങ്ങി വെച്ചത് പൂർത്തിയാക്കാൻ പറ്റാതെ പോയി. ആ നാട്ടുകാർക്ക് അങ്ങനെ ഒരു തോന്നൽ എന്ന് ഇരിക്കട്ടെ ഒന്ന് എന്ന നിലയിൽ ഇല്ല. അതാണ് അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചക്കാരായിട്ട് മറ്റൊരാളെയും അവിടെ കാണാനില്ല. മക്കളോ മരുമക്കളോ മക്കളോ അങ്ങനെ ആരെയും കാണാനുമില്ല. ഇതാണ് ഒരു നമ്മുടെ കേരളീയ കലകളെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിൻ്റെ മലയാളികളുടെ അഭിമാനമായിട്ടാണ് നമ്മൾ കഥകളിയെ കാണുന്നത്. കഥകളി നമ്മുടെ ഗ്രാമീണ കലകളിൽ പലതിൽ നിന്നും അംശങ്ങൾ സ്വീകരിച്ചാണ് ഒരു സംസ്കൃത കല എന്ന നിലക്ക് രൂപം കൊണ്ടുവന്ന് നമുക്കറിയാം. യക്ഷഗാനത്തിൻ്റെ സ്വാധീനമുണ്ടെന്ന് പറയാറുണ്ട്. തെയ്യത്തിൻ്റെയും തിറകിയുടെയും സ്വാധീനം ഏറെ ഉണ്ട് നമുക്കറിയാം. പടയണിയുടെ സ്വാധീനം കഥകളിയിൽ നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ കഥകളിയുടെ ഉദ്ഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നൊരു കാര്യം, കോട്ടയം തമ്പുരാൻ കോട്ടയം സ്വരൂപെന്ന് തീർത്ത് പറയും.
കോട്ടയം സ്വരൂപം എന്നാണ് പറയാം പേര്. കോട്ടയം തമ്പുരാൻ്റെ കഥകളാണ് ആടാൻ ഏറ്റവും സൗകര്യമുള്ളത്. ആടി ഫലിപ്പിക്കാൻ, രംഗത്ത് ഫലിപ്പിക്കാൻ ഏറ്റവും ഈ കഥകളി നടന്മാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേഷങ്ങൾ കഥകളി അതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇന്നതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത് ബഹുമാനപ്പെട്ട നമ്മുടെ MLA, ജനകീയ MLA ശ്രീ CH കുഞ്ഞമ്പു അവറുകളാണ്. അദ്ദേഹത്തിന് ട്രസ്റ്റിൻ്റെയും ട്രസ്റ്റിമാരുടെയും പേരിൽ നന്ദി അറിയിക്കുകയാണ്. തുളുനാട്ടിലാകട്ടെ ഏകദേശം 350ഓളം ബോധങ്ങളെ റവറൻഡ് മേനറെ പോലുള്ള പ്രശസ്തരായ ഗവേഷകർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഇത്രയും മഹത്തായ ഒരു കലാസംസ്കാരമുള്ള ഉണ്ടായിരുന്ന നമ്മുടെ നാട്ടിൽ എത്രയോ തെയ്യങ്ങൾ അന്യം നിന്നു പോകുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ കാലം കടന്നു പോകുന്നത്. എൻ്റെ മുറിച്ചൂട്ടിൻ്റെ വെളിച്ചവും പുതക്കാലിൻ്റെ എൻ്റെ പുതക്കാലും മുറിച്ചൂട്ടിൻ്റെ വെളിച്ചവും കൂട്ടിനുണ്ടാവും. ഭയക്കേണ്ട, ഭയപ്പെടേണ്ട. ഭക്തിപ്പെട്ടും ഭജിച്ചും ഭക്തിപ്പെട്ടും നിന്നാൽ ഒരു നേരത്തെ വായുവാട്ടിനുള്ള അന്നം ഞാൻ ഉണ്ടാക്കിത്തരാം എന്ന് പറയുന്നൊരു സംഭവം. അപ്പോൾ ഞാൻ ഒറ്റക്കല്ല എന്നൊരു തോന്നൽ ഇയാൾ തെയ്യത്തിൻ്റെ അടുത്ത് പോയാൽ കിട്ടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഓരോ തെയ്യത്തിനും വ്യത്യസ്തമായ പുരാവൃത്തങ്ങളും ഐതിഹ്യങ്ങളുമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ 2 ദിവസം മുമ്പ് കളികോത്ത് വലിയവളപ്പ് തറവാട്ടിൽ വയനാട്ടുകുലം തെയ്യംകെട്ട് മഹോത്സവം കഴിയുകയുണ്ടായി. അപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ വന്ന് ആ ദർശന സൗഭാഗ്യം കാണുകയുണ്ടായി. അതിനെല്ലാം അടുത്ത ദിവസം ഒരു പുലിദൈവ സ്ഥാനത്താണെങ്കിൽ, ഒരു കൈവ കളിയാട്ടമാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ചടങ്ങുകളും അല്ല അവിടെ ഉണ്ടാവേണ്ടത്. ഈ വടക്കൻ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതവുമായി ഇത്രയധികം ബന്ധപ്പെട്ട ഒരു കല തെയ്യമല്ലാതെ മറ്റൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനൊരുപാട് ഘടകങ്ങളുണ്ട്. തെയ്യം എന്ന കല കെട്ടി ഉയർത്തിയിരിക്കുന്ന അസ്ഥിവാരം എന്ന് പറയുന്നത് ജനങ്ങളുടെ വിശ്വാസവും അനുഷ്ഠാനവും ഭക്തിയുമൊക്കെയാണ്. അതുകൊണ്ട് തന്നെയാണ് പല ആളുകളും തെയ്യത്തെ സ്റ്റേജിലേക്ക് പറിച്ചു നടാൻ ശ്രമിച്ചപ്പോൾ അത് പരാജയപ്പെട്ടത്. ഒരു കല എന്ന നിലയിൽ ഒരു സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ, ഒരു തെയ്യം ആ സ്റ്റേജിലാടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പകിട്ട് നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം അതുതന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് തെയ്യം കലാകാരന്മാർ പോലും തെയ്യത്തെ സ്റ്റേജിലേക്ക് പറിച്ചു നടുന്നതിനെതിരെ ശക്തമായി ചെറുത്തു നിന്നത്. അപ്പോൾ തെയ്യത്തിന് അങ്ങനെ ഒരു ഭക്തിയുടെ അടിത്തറ ഉണ്ട്. അതാണ് മറ്റു കലകളിൽ നിന്നും തെയ്യത്തെ വേർതിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു കളിയാട്ടം നടക്കുമ്പോൾ, ഒരു തെയ്യം നടക്കുമ്പോൾ ആ ഒരു സ്ഥലത്ത് ഇടപെടുന്ന ആളുകളുടെ മനസ്സിലേക്ക് ഈ പറയുന്ന ഒരു തട്ടുനിലയും സമ്പ്രദായവും ഒക്കെ കടന്നു വരികയാണ്. തെയ്യം ചടങ്ങുകൾ ആരംഭിക്കുമ്പോൾ തൊട്ട് തന്നെ ഓരോ ജാതിയിൽ പെടുന്ന ആളുകളാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അതിന് ആ ജാതിയിൽപ്പെട്ട ആളുകളെ വിളിക്കുന്നു, അവർ ആ കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നു. ഓരോന്നും ചെയ്യുന്നത് ഓരോ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ തന്നെ ശരിക്കും അവിടെ ഒരു വിഭാഗീയത വരികയാണ്. ജാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ തെയ്യാട്ടക്കളങ്ങൾ, നമ്മളുടെ തെയ്യ ഇടങ്ങളൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് തുടർന്ന് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും നമ്മൾ പറയാറുണ്ട്, നമ്മൾ നവോത്ഥാന മുന്നേറ്റങ്ങളൊക്കെ നമ്മളെ സമൂഹത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞ പല കാര്യങ്ങളും പൂർവാധികം ശക്തമായി തിരിച്ചു വരുന്നൊരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇത്തരത്തിലുള്ള ഒരു വിഭജനം പലപ്പോഴും അത് കുറേ കൂടി ഉയർന്ന തലത്തിലുള്ള ഒരു ജാതീയതയിലൊക്കെ മാറിപ്പോകാനും സാധ്യതയുണ്ട്. കണ്ണൂർ ഭാഗത്ത് കതിവന്നൂർ വീരൻ തെയ്യം നോക്കാൻ പോയി, തെയ്യം നോക്കാൻ പറ്റാതെ മടങ്ങി വന്ന നാട്ടുകാരൊരു വാർത്ത കുറച്ച് ദിവസം മുമ്പ് കണ്ടു. കാരണം എല്ലാവർക്കും മൊബൈൽ, തെയ്യം അതിൻ്റെ അനുഷ്ഠാനങ്ങളൊന്നുമല്ല കാണേണ്ടത്, മൊബൈലിൽ വീഡിയോ എടുക്കണം, അത് കാണിച്ചു കൊടുക്കണം. ഈ ഒരു പ്രകടനപരത അത് തെയ്യക്കാർക്കുണ്ട്.
ഇന്ത്യ മുഴുക്കെ അറിയപ്പെടുന്ന ഒരു തെയ്യക്കാരൻ നമ്മുടെ കതിവന്നൂർ വീരൻ കെട്ടി തിരിച്ചു വന്നു. അവിടെ പ്രായമേറിയൊരു തെയ്യക്കാരനാണ്. കഴിഞ്ഞ തവണ ഒരു സെമിനാറുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് അപ്പോൾ അദ്ദേഹം ഈ തെയ്യത്തിനെ കുറിച്ചൊക്കെ സംസാരിച്ച് തോറ്റങ്ങളൊക്കെ പാടി. അതിനിടയിലും അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണിൽ അദ്ദേഹം കെട്ടിയാടിയ തെയ്യത്തിൻ്റെ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ കഥകളിയുടെ കാര്യം അത് ഒരു അനുഷ്ഠാന കലയല്ല. ഇവിടെ മധു ചെയർമാൻ അടക്കം പല ആളുകളും പറയുന്നതാണ് കഥകളിയെ ജനകീയമാക്കണം. ചില ആളുകൾ അഭിപ്രായം പറഞ്ഞാൽ അത് അനുഷ്ഠാനം അല്ലാത്തത് കൊണ്ടാണ് അതിന് പ്രചാരമില്ലാത്തതെന്നും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ആദ്യത്തെ ജനകീയ കലയാണ് കഥകളി. അത് നമ്മൾ മനസ്സിലാക്കണം, ആദ്യത്തെ. കാരണം മറ്റ് കൂടിയാട്ടവും കൂത്തും കൃഷ്ണാട്ടവും ഒക്കെ അതിൽ നിന്ന് രൂപപ്പെട്ട് തെയ്യത്തിൽ നിന്നും, നമ്മുടെ കല്ലടി കുഴമ്പ് സമ്പ്രദായത്തിൽ തെയ്യത്തിൽ നിന്ന് തന്നെ ധാരാളം എടുത്തിട്ടുണ്ട്. തെയ്യത്തിൻ്റെ കഥകളി ഉണ്ടായത് തെയ്യം രൂപം പ്രാപിച്ച് കുറേ 400 കൊല്ലമായിരുന്നു കഥകളി രൂപം പ്രാപിച്ചിട്ട്. അപ്പോൾ അത് ആദ്യത്തെ ജനകീയ കലയാണ്. അമ്പലങ്ങളിൽ മാത്രം ഉണ്ടായിരുന്നതിന് പുറത്തു വന്നു എന്ന് മാത്രമല്ല, പുരാണ കഥകളെയാണ് അടിസ്ഥാനമാക്കുന്നതെങ്കിലും അതിലെ നായകന്മാരെല്ലാം അസുരന്മാരാണ്. അതുപോലെ തന്നെ പാനൽ ചർച്ചയിൽ പങ്കെടുത്ത KV കൃഷ്ണൻ കുറ്റിക്കോൽ, രാജൻ പണിക്കർ, ദാമോദരൻ DSP, സീമ PD എന്നിവർക്കും ഇതിൻ്റെ സംക്രമണം ചെയ്ത ശ്രീ സൂരജ് എമ്മിനും അതുപോലെ തന്നെ ഇതിൻ്റെ കോർഡിനേറ്റർ PK ജയരാജൻ സാറിനും ഇതിൻ്റെ കഥകളി ട്രസ്റ്റിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കാൻ വേണ്ടി എൻ്റെ അമ്മാവനായിട്ടുള്ള കപ്പണക്കാരായിട്ടുള്ള അവരുടെ 1970-കളിൽ ഞാൻ പാലക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ ആചാരസ്ഥാനം വഹിച്ചത് മുതൽ അദ്ദേഹത്തെ കേട്ടറിഞ്ഞു. 1975 മുതൽ പാലക്കുന്നുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിച്ചപ്പോൾ അദ്ദേഹത്തെ അന്നത്തെ നമ്മുടെ KV കുഞ്ഞിക്കോറിന് അവരുടെ കടയിലിരുന്ന് സംസാരിക്കുകയാണ്. ജന്മനാട് പയ്യന്നൂരാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയുടെ നാട് ഇവിടെയാണ്. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ താമസം ഇവിടേക്ക് മാറുകയും ഈ രംഗത്ത് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. അപ്പോൾ പരിചയപ്പെട്ടു വന്നപ്പോൾ അദ്ദേഹം ഒരു കഥകളി വിദ്യാലയം ഇവിടെ ആരംഭിക്കാൻ പോകുന്നു എന്നും കുറേയധികം കുട്ടികൾ, എനിക്ക് ബന്ധമുള്ളതും ഇല്ലാത്തവരായ കുറേ കുട്ടികൾ അദ്ദേഹത്തിന് കീഴിൽ കഥകളി അഭ്യസിക്കുകയും അവർക്കൊരു വേദി ഉണ്ടാകുന്നതിന് വേണ്ടി അദ്ദേഹം നിരന്തരം പരിശ്രമിക്കുകയുണ്ടായി. പക്ഷേ വേദി ഉണ്ടാക്കുന്നതിന് വേണ്ടി പാലക്കുന്ന് കഴകത്തിലെ പൂരോത്സവ വേളയിൽ ഒരു രാത്രി പൂരക്കളി കഴിഞ്ഞാൽ ശേഷം ഒരരങ്ങ് ഉണ്ടാവാൻ വേണ്ടി ഞാനും എൻ്റെ കൂടെയുള്ള ഒരു കഥകളി ആസ്വാദകനുമായ ശ്രീ കണ്ണൻ കലശക്കാരൻ എന്നവർ ക്ഷേത്ര കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഒരു വേദി ആധാരം നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിൻ്റെ മകനടക്കമുള്ള കലാകാരന്മാർ, ഇന്നത്തെ DYSP ശ്രീ ബാലകൃഷ്ണൻ അവർകളും അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ സഹോദരനും പിന്നെ ഒരു ഗോവിന്ദനുണ്ടായിരുന്നു, എത്തിയിട്ടില്ല, പിന്നെ ഒരു കുമാരൻ, അങ്ങനെ വേറെ ആളുകൾ കൂടി പിന്നെ അവതരിപ്പിച്ചൊരു കഥകളി ദുര്യോധനവധവും ആയിരുന്നു. കുറേ കാലം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മരണശേഷം ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് ഗുരു ചന്തുപ്പണിക്കർ എന്ന ഒരു മഹാപ്രതിഭാശാലി ഈ തൃക്കരിപ്പൂരിൽ ജീവിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം നമുക്കൊക്കെ ഓർമ്മിക്കപ്പെടേണ്ട ആളാണെന്നും ഒക്കെ സമൂഹം തിരിച്ചറിഞ്ഞത്. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ തൃക്കരിപ്പൂർ എളമ്പച്ചിയിൽ പ്രവർത്തിക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂളിന് ഗുരു ചന്തുപ്പണിക്കരുടെ പേര് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അനുവാദത്തോടെ വന്നത്. അപ്പോൾ തെയ്യത്തിന് ഭീഷണിയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ വിഷയം ചർച്ചയ്ക്ക് വന്നത് എന്നുള്ളത് ഉറപ്പാണല്ലോ. തെയ്യത്തിന് അതിജീവനത്തിൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ഒരു ചർച്ചയ്ക്ക് വരുന്നത്. ഇത് രണ്ടുമില്ലാതെ അതിജീവനത്തിൻ്റെയോ സാംസ്കാരിക കടന്നുകയറ്റത്തിൻ്റെയോ അഭാവത്തിലാണെങ്കിൽ, തെയ്യത്തിൻ്റെ രംഗത്ത് ഭീഷണി ഇല്ലെങ്കിൽ, ദർ ഇസ് നോ നീഡ് ഓഫ് എ ഡിസ്കഷൻ ഓർ എ സെമിനാർ ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു സെമിനാറിൻ്റെ ആവശ്യം വരുന്നില്ല, ശരിയല്ലേ? അപ്പോൾ നിശ്ചയമായും തെയ്യത്തിന് സാംസ്കാരികമായ ഭീഷണിയുണ്ട്, അധിനിവേശത്തിൻ്റെ ഭീഷണിയുണ്ട്,
നിലനിൽപ്പിൻ്റെ ഭീഷണിയുണ്ട്, അതിജീവനത്തിൻ്റെ ഭീഷണിയുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ശ്രീ പി കരുണാകരൻ സാർ ആദ്യം തന്നെ പറഞ്ഞല്ലോ, തെയ്യത്തിന് അതിജീവനത്തിൻ്റെ ഒരു പ്രശ്നം ഉദിക്കുന്നത് നിശ്ചയമായുമുണ്ട്. അത് നമ്മൾ കരുതുന്നത് പോലെ സാമ്പത്തിക നിലനിൽപ്പല്ല അതിജീവനം എന്ന് പറയുന്നത്. തെയ്യത്തിൻ്റെതായ ഒരു വ്യക്തിത്വമുണ്ട്, ഒരു സ്വത്വമുണ്ട്. തെയ്യത്വം എന്ന് വിളിക്കാം വേണമെങ്കിൽ, നിങ്ങൾക്ക് അതിനെ മനുഷ്യത്വം എന്ന് വിളിക്കും പോലെ, വ്യക്തിത്വം എന്ന് വിളിക്കും പോലെ തെയ്യത്വമുണ്ട്. തെയ്യത്വം നഷ്ടപ്പെടുന്നതാണ് തെയ്യത്തിൻ്റെ അതിജീവനത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. ഒരു കഥകളി നടനും മാത്രമല്ല, ഓരോ മനുഷ്യനിലെയും ആർട്ടിസ്റ്റിൻ്റെ അല്ലെങ്കിൽ കലാകാരൻ്റെ ഒരു സ്വാതന്ത്ര്യബോധമാണ്. ആ സ്വാതന്ത്ര്യബോധം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഒരു തെയ്യത്തെ സമീപിക്കുമ്പോൾ തെയ്യം മുന്നോട്ട് വെക്കുന്ന എന്താണ് തത്വശാസ്ത്രം, തെയ്യത്തിൻ്റെ ആത്യന്തികമായ തത്വശാസ്ത്രം എന്താണ്? ഗുണംഭരണേ വൈദങ്ങളെ എന്നതാണ്. ഈ തെയ്യത്തിന് പോലും ജാതി മേധാവിത്വം ഹൈജാക്ക് ചെയ്യുന്നൊരു കാലം വന്നു ചേർന്നിരിക്കുകയാണ് എന്ന് നമുക്കറിയാം. തെയ്യത്തിൻ്റെ കാര്യത്തിൽ പൊട്ടനെ നമുക്ക് ശിവനെന്ന് വിളിക്കാം, പക്ഷെ ശിവനെ നമുക്ക് പൊട്ടനെന്ന് വിളിക്കാൻ പറ്റില്ല. അതാണ് നമ്മുടെ ജാതിയുമായുള്ള പ്രശ്നം. തെയ്യങ്ങൾ ജാതിയില്ല, എല്ലാ ജാതികളെയും ഒരുപോലെ കണക്കാക്കുന്നത് എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ശരിയല്ല, യാഥാർത്ഥ്യമല്ല. തെയ്യത്തിൽ ജാതിയുണ്ട്, തെയ്യക്കാരനെയും ജാതി തിരിച്ച് അവഗണിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞു, ഒരു തറവാട്ടിൽ പരദേവതയും കുറത്തയും ഉണ്ടെങ്കിൽ പരദേവത തെയ്യത്തിന് പടിഞ്ഞാറ്റയിൽ വരെ, തറവാട്ടിൻ്റെ പടിഞ്ഞാറ്റയിൽ വരെ പോകാൻ പറ്റും. പക്ഷേ കുറത്തി തെയ്യം പടിക്ക് പുറത്താണ് കളിക്കേണ്ടത്. പരദേവത തെയ്യത്തിന് കിണ്ടിയിൽ വെള്ളം കൊടുക്കും, പക്ഷെ കുറത്തി തെയ്യത്തിന് കൊടുക്കുന്നത് പണ്ട് ചിരട്ടയിലായിരുന്നു, ഇപ്പോൾ മൺകുടത്തിലാണ്. കാരണം തെയ്യമായിട്ടൊന്നുമില്ല, കുറത്തി വലിയ തെയ്യം തന്നെയാണ്. ശ്രീപാർവതി തന്നെയാണ് കുറത്തി. ചെക്കിമലയരികെ പെണ്ണാതിയരിങ്കുറത്തി, ചെക്കിപ്പൂ ചൂടിയോളെ പെണ്ണാതിയരിങ്കുറത്തി എന്ന് പറഞ്ഞിട്ട് സാക്ഷാൽ ശ്രീപാർവതിയെ തോറ്റിനോടുന്ന അതിമനോഹരമായ ഒരു തോറ്റം പാട്ട് കുറത്തി തെയ്യത്തിനുണ്ട്. പക്ഷേ ഈ കുറത്തി തെയ്യം കെട്ടുന്നത് ദളിതനാണ്. അതാണ് പ്രശ്നം. ഇന്ന് പോലും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട്, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഉണ്ടായിട്ട് 75 വർഷം കഴിഞ്ഞിട്ടും ഇന്ന് പോലും ഇത് നടക്കുന്നുണ്ട്. ഇത് ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റമാണ്. ഈ കീഴാളന്റെ തെയ്യങ്ങൾ വളരെ വളരെ കൂടുതലുണ്ട്. പ്രധാനപ്പെട്ടതാണ് കുറത്തി. ഈ കുറത്തി എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ അവര്, ഇപ്പൊ ഞാൻ നോക്കിയിട്ട് ശ്രദ്ധിക്കുന്നത്, അവര് സ്വത്വം എന്നാണ് പറയുന്നത്, സത്യം. അപ്പൊ ഇത്തരത്തിൽ ആ ഗോത്രവർഗത്തിന് തെയ്യം എന്ന് പറഞ്ഞ സത്യമാണ്. ആ സത്യം അവർ തെയ്യത്തിൽ കാണുകയാണ്. ഇപ്പൊ അവിടെ തറവാടിലായാലും സാധാരണമായ തറവാടുകളാണ്, മറ്റുള്ളവർ താനത്തിലാണ്. താനത്തിൽ കുറത്തിയില്ല, തറവാടുകളിലാണ് കുറത്തിയുള്ളത്. നായർ തറവാടുകളിലൊക്കെ കുറച്ച്, അത് നേരത്തെ പറഞ്ഞതാണ്, അത് തറവാടിന് പുറത്തെ മുറ്റത്താണ് കൊണ്ടുപോകുന്നത്. പക്ഷേ ആ കുറത്തി യഥാർത്ഥത്തിൽ അവർ അകത്തേക്ക് വരും, മുറ്റത്തേക്ക് വരും. അവരാ തറവാട്ടിലുള്ള ആൾക്കാരൊക്കെ അവര് അഡ്രസ് ചെയ്യും, സത്യം. അപ്പൊ അവിടെ മെന്മേതേണ്ടത് എന്തെങ്കിലും ജ്യേഷ്ഠാന്യന്മാരോ കാരണവന്മാരോ മരുമന്മാരോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം ഇയാൾ മനസ്സിലാക്കിയിട്ട് ആ പ്രശ്നത്തെ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കും. അപ്പൊ തെയ്യം സത്യമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തെയ്യം സത്യമേ പറയൂ. ആ സത്യം അവരുടെ മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലോക്കൽ ജുഡീഷ്യറി എന്ന നിലയിൽ അവിടെ ആ തെയ്യം അത് പെർഫോം ചെയ്യുന്നുണ്ട്, അത് അവർ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പൊ വീട്ടിലൊക്കെ തെയ്യം കിട്ടുമ്പോൾ തെയ്യം വന്നിട്ട് അവർക്ക് വന്നിട്ട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചത്. അപ്പൊ അവര് മുമ്പൊക്കെ ഈ പെണ്ണുമൊക്കെ കരയുന്നത് കണ്ടിട്ടുണ്ട്, കാണുന്നൊക്കെ ഉണ്ട്. വളരെ എന്താണ്, അവരത്രത്തോളം വിശ്വാസമാണ്. ഈ അഷ്ടബന്ധ ബ്രഹ്മകലശ മഹോത്സവങ്ങളാക്കിയിട്ട് ഈ കാവുകളെ ക്ഷേത്രങ്ങളാക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഈ അഷ്ടബന്ധം ഉറപ്പിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഈ തെയ്യത്തിന്, ഈ തെയ്യം എന്നുള്ളതിൻ്റെ സത്തയുണ്ടല്ലോ, ഈ കാവിൽ അധിഷ്ഠിതമായൊരു സത്തയെ നേരെ മറ്റൊന്നാക്കി മാറ്റുകയാണ്. ഒരു ബ്രാഹ്മണിക്കലായ വളരെ വൈദിക മതത്തിൽ അടിസ്ഥാനമായ ഒന്നാക്കി മാറ്റുകയാണ്. അപ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാവർക്കും ആക്സസിബിളായ ഒരു എൻറ്റിറ്റി എല്ലാവർക്കും ആക്സസിബിൾ അല്ലാത്ത ഒന്നായിട്ട് മാറുന്നു. അതുവരെ നമുക്ക് എല്ലാവർക്കും തൊടാവുന്ന, സ്പർശിക്കാവുന്ന, കാണാവുന്ന ഒരു തെയ്യം ആക്സസിബിൾ അല്ലാത്ത മറ്റൊരു ഘടനയിലേക്ക് മാറുന്നു. അത് തെയ്യത്തിൻ്റെ ഘടനയിലല്ല ഉള്ളത്. തെയ്യം എന്നുള്ളൊരു സത്തയുടെ ഘടനയിലല്ല, മറിച്ച് വൈദിക മതത്തിന് അടിസ്ഥാനത്തിലുള്ള ഒരു ഘടനയിൽ മാറുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. മറ്റൊരു കാര്യം, ഈ ജാതി എന്ന് പറയുന്നത് പലപ്പോഴും ഒരു സ്ട്രക്ചറൽ വയലൻസ് ആണ്. ശരിക്കും ജാതി ഒരു സിസ്റ്റമാറ്റിക് വയലൻസ് ആണ്. സ്ഥാപനം അല്ലെങ്കിൽ ഘടന ഉണ്ടാക്കിയ ഒരു വയലൻസ് ആണ്, ഹിംസയാണ് ജാതി. നമുക്ക് ജാതി ബോധം ഉണ്ടെങ്കിൽ, നമുക്ക് അയിത്തബോധം ഉണ്ടെങ്കിൽ ഒക്കെ പറയും നമ്മൾ ഭയങ്കര പുരോഗമന സമൂഹമാണെന്ന് പറയും. പക്ഷെ ഒരു വിവാഹത്തിൻ്റെ കാര്യം എടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെ ഉള്ളിൽ ജാതി ഉണരും.
അപ്പോഴേക്ക് ജാതിയുടെ കോമരങ്ങളായിട്ട് അല്ലെങ്കിൽ ജാതി രാക്ഷസന്മാരായിട്ട് ഈ ആളുകളല്ല, ഈ പുരോഗമനവാദികളെല്ലാം മാറും. സ്വന്തം തറവാട്ടിനകത്തേക്ക് ചെരുപ്പഴിച്ച് കയറ്റി വെക്കുമ്പോൾ ജാതി രാക്ഷസന്മാരായി മാറും. കാരണം എന്താ? അപ്പം ഈ വൈദിക മതത്തിൻ്റെ പിടിപാടെന്ന് വരും, വൈദിക മതത്തിൻ്റെ ബാധ അങ്ങ് കയറാൻ തുടങ്ങും. ഈ ഒരു പ്രശ്നം നമ്മുടെ എല്ലാ തരത്തിലുള്ള സാമൂഹ്യ വ്യവഹാരങ്ങളിലും ഉണ്ട്. ഇപ്പം ജാതി എന്നൊരു സ്ട്രക്ചറൽ വയലൻസ് ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തൊക്കെ ഭീഷണികളാണ് ഇന്ന് തെയ്യം നേരിടേണ്ടി വരുന്നത്? തെയ്യ ജീവിതം, സാമൂഹ്യ ജീവിതത്തിൽ തെയ്യം നേരിടേണ്ടി വരുന്നത്, തെയ്യക്കാരൻ നേരിടേണ്ടി വരുന്നത്, വിശ്വാസികൾ നേരിടേണ്ടി വരുന്നത്, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ട് വളരെ ഗഹനമായ രീതിയിലുള്ള സംഭാഷണങ്ങളാണ് താഴെയും മേലെയായിട്ട് നടന്നത്. സ്വാഭാവികമായി തെയ്യം കഥകളിയുടെ പേരിൽ ആരംഭിച്ച ഒരു ട്രസ്റ്റ് എന്തിനാണ് ഇത്ര ആഴത്തിൽ ഇങ്ങനെ ഒരു കലാരൂപത്തെക്കുറിച്ച് വിവിധ സെഷനുകളിലായി ചർച്ച ചെയ്ത് നയം രൂപീകരിക്കുന്നത് എന്നത് തന്നെ വളരെ വളരെ പ്രധാനപ്പെട്ടതും ആലോചിക്കേണ്ടതുമായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഇത് വലിയൊരു ഉത്തരവാദിത്തമാണ്, വലിയൊരു സാഹസം കൂടിയാണ്. അത് ഈ കഴിഞ്ഞ സെഷനുകളിൽ ചർച്ചാ സന്ദർഭങ്ങളിൽ ഇരുന്ന ആളുകൾക്ക്, കേട്ട ആളുകൾക്ക്, തെയ്യത്തെക്കുറിച്ച് പറയുന്നത് കേട്ട ആളുകൾക്ക് ബോധ്യമായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് തെയ്യം എന്ന് പറയുന്ന ഒരു കല എന്നതിനപ്പുറം ഒരു അനുഷ്ഠാന കല എന്ന രീതിയിൽ തന്നെയാണ് തെയ്യത്തെ നമ്മൾ കേട്ടും കണ്ടും പരിചരിച്ചിരിക്കുന്നത്. അനുഷ്ഠാന കല, അതിജീവനത്തിൻ്റെ കല എന്നൊക്കെയാണ് തെയ്യത്തെ വായിച്ചറിയുന്നത്. തെയ്യത്തെ തെയ്യം കലാകാരന്മാർ, തെയ്യം എന്ന അനുഷ്ഠാന കല, തെയ്യ വിശ്വാസികൾ, കാഴ്ചക്കാർ, ഇങ്ങനെ ഒരു 4 തട്ടിൽ നിൽക്കാനാണ് എനിക്ക് തോന്നുന്നത്. കാരണം തെയ്യത്തെ കെട്ടിയാടുന്നവർ നല്ല വിശ്വാസികളാണ്, അവരതിനെ അവരുടെ ആത്മാവുമായി ചേർത്ത് കൊണ്ടുപോകുന്നവരാണ്. അതിൻ്റെ തെയ്യം കലാകാരന്മാർ എന്ന് നമ്മൾ പറയുന്ന പ്രത്യേക തെയ്യം കെട്ടാൻ അനുവദനീയമായിട്ടുള്ള ജാതി ശ്രേണിയിൽ അംഗീകാരം ലഭിച്ചിരിക്കുന്ന ആ വിഭാഗങ്ങൾ അവരുടെ തൊഴിൽ എന്ന രീതിയിൽ മാത്രമല്ല അതിനെ കാണുന്നത്, അവരുടെ ആത്മാനുഷ്ഠാനമായിട്ടാണ് അതിനെ കാണുന്നത് എന്നുള്ളതാണ്. എനിക്ക് കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റും, ഞങ്ങളുടെ മുച്ചിലോടുകളിൽ മറ്റ് ജാതിക്കാർ കയറ്റാറില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കയറ്റാറുണ്ട്, പക്ഷെ കയറാറില്ല. എന്തുകൊണ്ടാണ് മുച്ചിലോടിൻ്റെ മതിൽക്കെട്ടിനകത്ത് മറ്റ് ജാതികൾ കയറ്റാത്തത്? ഇപ്പോൾ പുതുക്കൈ മുച്ചിലോട്ട് പെരുങ്കളിയാട്ടം 19 വർഷത്തിന് ശേഷം പെരുങ്കളിയാട്ടം നമ്മൾ ആഘോഷിച്ചു. ആ ആഘോഷ സമയത്ത് ഏളത്ത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി. ഏളത്തില്ല. ഏളത്ത് തെയ്യം മറ്റു ജാതികളുടെ വീട്ടിൽ പോകുന്നതുകൊണ്ട് കഴിഞ്ഞ കളിയാട്ടത്തിന് ഭയങ്കരമായിട്ടുള്ള വിമർശനങ്ങളുണ്ടായിരുന്നു. അന്യജാതിക്കാരെ വീട്ടിൽ പോവില്ല, അല്ലെങ്കിൽ ജാതി ഇന്ന് മാറി വിവാഹം ചെയ്തവരുടെ വീട്ടിൽ പോവില്ല, ഉയർന്ന ജാതിക്കാരുടെ മാത്രമേ വീട്ടിൽ പോവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഈ വർഷം ചെയ്തതെന്ന് വെച്ചാൽ ഏളത്ത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഒഴിവാക്കി. അപ്പോൾ അതാണോ ഇതിനുള്ള പരിഹാരം? ജാതിയെപ്പറ്റി സംസാരിക്കുമ്പോൾ ഇതിനുള്ള പരിഹാരം എന്നത് ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായതുകൊണ്ടോ അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിക്ക് അകത്തിരിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ എനിക്ക് സംസാരിക്കാൻ, പൊതുസമൂഹത്തിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും പലപ്പോഴും ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുവേദികളിൽ സംസാരിക്കാറില്ല. അല്ലെങ്കിൽ പേപ്പർ പ്രസൻറ്റേഷൻ 14ഓളം സെമിനാർ ഇൻ്റർനാഷണൽ പ്രസൻറ്റേഷൻ 14ഓളം 15ഓളം പബ്ലിക്കേഷൻ ഇപ്പം എനിക്കുണ്ട്, ഇംഗ്ലീഷിൽ, മലയാളത്തിലായിട്ടുണ്ട്. പക്ഷെ പൊതുവേദികളിൽ ഞാൻ കഴിയുന്നതും സംസാരിക്കാറില്ല. കാരണം നേരത്തെ ഒരു ടീച്ചർ ഇവിടെ നിന്ന് സംസാരിച്ചപ്പോൾ പുറത്തുനിന്ന് എൻ്റെ കസിൻ സംസാരിക്കുന്നത് കേട്ട് കസിൻ എന്നോട് ചോദിച്ചു, ഞാനാണെന്ന് കരുതി കസിൻ പറയാം, ഞാൻ വിചാരിച്ചു നീയാണെന്ന്. ജാതി ശ്രേണി തച്ചുടക്കുക എന്ന് ടീച്ചർ പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, നിൻ്റെ അച്ഛൻ ഇത് കേൾക്കണ്ട എന്ന് പറഞ്ഞത് എന്നോട്. എൻ്റെ അച്ഛൻ കോമരാണ്, മുച്ചിലോട്ട് പകുതിയുടെ കോമരാണ് എൻ്റെ അച്ഛൻ. നീ ജാതി ശ്രേണിയെ തച്ചുടക്കും എന്ന് നീ പറയുന്നത് നിൻ്റെ അച്ഛൻ കേൾക്കണ്ടെന്നാണ് പറഞ്ഞത്. എനിക്കതിവിടെ നിന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ജാതിയുടെ ഭാഗമാണ്, ജാതി ശ്രേണിയുടെ ഭാഗമാണ്. ആർത്തവം വന്നാൽ മാറി നിൽക്കുന്നതാണ്. അച്ഛന് മുന്നിൽ ഞാൻ 2 ദിവസം പോവില്ല, അച്ഛനോട് സംസാരിക്കില്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ അതിൽ നിന്നും എങ്ങനെ മാറി നിൽക്കാം? ഇതിനകത്ത് നിന്നുകൊണ്ട് ഇതിനെക്കുറിച്ച് പഠിച്ച് എങ്ങനെ മാറി നിൽക്കാം? എനിക്ക് ഇൻ്റർനാഷണൽ സെമിനാറുകൾ പ്രസൻറ്റ് ചെയ്യാം, അത്രയും എന്നെ കൊണ്ട് പറ്റുള്ളൂ. ഹെൽപ്ലെസ് ആണ് ഞാൻ. എങ്ങനെയാണ് ഞാൻ ഹെൽപ്ലെസ് ആകുന്നത്? ഇതേ പ്രശ്നമാണ് തെയ്യം കമ്മ്യൂണിറ്റിക്കകത്തുള്ള മനുഷ്യരും അനുഭവിക്കുന്നത്. എൻ്റെ സുഹൃത്ത് അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ് ഗവൺമെൻറ് കോളേജിലെ. അദ്ദേഹം ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ട ഒരു അധ്യാപകനാണ്. അദ്ദേഹം എന്നോട് മിനിഞ്ഞാന്ന് പേഴ്സണൽ ടോക്കിൽ അദ്ദേഹം പറയാണ്, അവർക്ക് ഒരു
തെയ്യത്തിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഒരു വിളക്കൊക്കെ വെക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലത്ത് ഇവർ കുറേ ആൾക്കാരൊക്കെ കൂടി ഇത് ഭയങ്കര സംഭവമാക്കണം, തെയ്യം കെട്ട് ഭയങ്കര ആക്കണം എന്നൊക്കെ പറഞ്ഞ് പുറമെയുള്ള ആൾക്കാരെ കൊണ്ടുവരികയാണ്. പുറമെയുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് അവിടെ കലശാട്ട് കഴിച്ചു, അവിടെ നമ്പൂതിരിമാർ കയറി, മതിൽക്കെട്ടായി. ഇപ്പോൾ ഈ ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ട ഇവർക്ക് അതിനകത്ത് കയറാൻ പറ്റുന്നില്ല. നിങ്ങളൊന്ന് ആലോചിക്കണം, അയാളുടെ സ്ഥലമാണ്, അയാളുടെ സ്ഥാനമാണ്, അയാളുടെ തറവാടാണ്, അയാൾക്കിപ്പോൾ അതിനകത്ത് കയറാൻ പറ്റുന്നില്ല. അവിടെ കലച്ചാട്ട് കഴിച്ചു, അതാണ് പ്രശ്നം. അതെങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? ആരാണ് ഇതിനെതിരെ ശബ്ദിക്കേണ്ടത്? അതിനകത്ത് തന്നെയുള്ള ആളാണ് അദ്ദേഹം. ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ് അദ്ദേഹം ഗവൺമെൻറ് കോളേജിലെ. അദ്ദേഹത്തിന് അതിനെതിരെ സംസാരിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം പറയണേ, ഞാൻ അതുകൊണ്ട് അങ്ങോട്ട് പോലില്ലപ്പാ, പൈസ കൊടുക്കും തിരിച്ചു വരും. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ആരാണ് ഇതിന് ഉത്തരവാദി? ആരാണ് ഇതിനെതിരെ സംസാരിക്കേണ്ടത്? നേരത്തെ പറഞ്ഞു, ജാതീയ ശ്രേണിയിൽ കൂടെ പോകുമ്പോൾ ഈ വണ്ണാൻ മലയാൻ വിഭാഗത്തിൽ പെടുന്നവരൊക്കെ ഉയർന്ന ജാതിക്കാരുടെ അടുത്ത് മാത്രമേ കിട്ടുള്ളൂ. ഈ ഞങ്ങളെപ്പോലെ, ഞാൻ ആദിവാസി വിഭാഗമാണ്, ഞങ്ങളുടെ ഇടയിലോ ഈ പറയുന്ന മലവെട്ടുവ വിഭാഗം ആദിവാസി വിഭാഗത്തിലോ അവരുടെ ഇടയിൽ വന്ന് തെയ്യം കെട്ടാൻ ഇവർ തയ്യാറാവുന്നില്ല. മലയാൻ സമുദായവും വണ്ണാൻ സമുദായവും തയ്യാറാവുന്നില്ല. അതിനുള്ള ഒരു പ്രത്യേക ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ, മുത്തപ്പൻ തെയ്യം, എൻ്റെ ഒരു അനിയൻ വീട് എൻ്റെ പണി പൂർത്തി കഴിഞ്ഞപ്പം മുത്തപ്പൻ തെയ്യം കെട്ടി അടിക്കണം കയറി കൂടുന്നതിന് എന്ന് പറഞ്ഞിട്ട് ഈ വണ്ണാൻ സമുദായത്തെ, ഞങ്ങളുടെ ആ ഏരിയയിലുള്ള വണ്ണാൻ സമുദായത്തെ സമീപിച്ചു. അപ്പോൾ അവരിതിന് തയ്യാറായി. നിങ്ങളടുത്ത് തെയ്യം കെട്ടിയാൽ ഞങ്ങളെ ഇതിൽ നിന്ന് പിരിച്ചുവിടും, ഈ കഴകക്കാർ ഞങ്ങളെ ഒഴിവാക്കും, മുത്തപ്പൻ തെയ്യം നിങ്ങളടുത്ത് കെട്ടാൻ പാടില്ല. എന്നാൽ ആ മുത്തപ്പൻ്റെ ചരിത്രം എടുത്ത് പഠിച്ചു വെച്ചാൽ മുത്തപ്പൻ ജനിച്ചും വളർന്നതും ഈ ആദിവാസി വിഭാഗത്തിൻ്റെ ഇടയിലാണ്. ഇപ്പം പരശ്ശിനി മടപ്പുരയിലേക്ക് പോയി കഴിഞ്ഞാലും ഞങ്ങൾക്കാണ് അവിടെ പ്രാധാന്യം കൂടുതൽ. മാവിൽ സമുദായത്തിൽ 21 കുരുക്കന്മാർ, അത് 7 ഇലകൾ വെച്ച് അതിൽ മുക്കി വെച്ച് പ്രാർത്ഥന നടത്തിയ ശേഷമാണ് നമ്മൾ അണിയറയിൽ പുറത്തേക്ക് ഇറങ്ങാം. ഈ അണിമറയിൽ നിന്ന് തെയ്യക്കളത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ ഈ സംഗതി ചടങ്ങ് ചെയ്ത ശേഷമേ അതിനപ്പുറം കടത്തുള്ളൂ. കാരണം ഇത് ആധികാരികമായിട്ട് ഗുരുക്കന്മാരൊക്കെ പറഞ്ഞു തന്ന ഒരു വിശ്വാസം എന്ന് വെച്ചാൽ അവിടെ അത് ചെയ്യുന്ന ഭാഗം എന്ന് വെച്ചാൽ കോല കെട്ടി ആടുമ്പോൾ പിന്നെ നമ്മൾക്ക് മറ്റുള്ള അതായത് ഈ ചിലപ്പം ചില ആളുകൾ മന്ത്രവാദക്കാരുണ്ടാവും, ചില ആളുകൾ പിന്നെ ഈ കണ്ണറുകാരുണ്ടാവും, അങ്ങനെ കുറേ ആൾക്കാർ ഉണ്ട്. അവരെല്ലാം തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങൾ നമ്മൾ ചെയ്യുന്നത്. എൻ്റെ ഒരു സംശയമാണ്, തെയ്യം കലയാണോ? ഒരു സംശയമാണ്. തെയ്യം കലയാണെങ്കിൽ ഇന്ന് ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും ഏത് കലകളെക്കുറിച്ച് ചർച്ച ചെയ്താലും കലകളെ അന്വേഷിച്ചാലും ഉറയപ്പെടുന്ന ഒരു അനുഷ്ഠാനം തെയ്യമല്ലാതെ മറ്റൊന്നുമില്ല. നമ്മളെല്ലാം പറയും, അവിടെ തെയ്യം ഉറയാനായിപ്പോൾ ഒരിക്കൽ പോകണം. അപ്പോൾ ഉറയപ്പെടുന്ന ഒരു അനുഷ്ഠാനം തെയ്യം മാത്രമാണ്. എന്താ തെയ്യത്തിന് ഇങ്ങനെ ഉറയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കുറേ ഘടകങ്ങളുണ്ട്. ഇപ്പോൾ ഈ റിസർച്ച് ചെയ്യുന്നവരും കണ്ടെത്തുന്നവരൊക്കെ തെയ്യത്തിൻ്റെ ഭൗതികമായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് മാത്രമേ കിടക്കുന്നുള്ളൂ. അത് ചിലപ്പോൾ ഞാനൊക്കെ തെയ്യം കെട്ടിയാൽ പറഞ്ഞ് ചില ഇതുണ്ട്. ഈ അരയന്മാർ ഉപജീവനത്തിന് വേണ്ടി ജലോപരിതലത്തിലുള്ള മത്സ്യങ്ങളെ മാത്രമേ പിടിക്കലുള്ളൂ. പക്ഷേ ഈ മഹാസാഗരത്തിൻ്റെ അടിത്തട്ടിലാണ് മുത്തും പവിഴവും. അത് കണ്ടെത്തുക വളരെ കഠിനമാണ്. അപ്പോൾ തെയ്യത്തെ ഈ വൽക്കരിക്കപ്പെടുമ്പോൾ നമുക്കിവിടെ വരുന്ന ഏറ്റവും വലിയൊരു ചർച്ച ജാതീയതയാണ്. ജാതീയത എല്ലാത്തിലും ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു സ്കൂളിൽ ഒരു കുഞ്ഞിനെ ചേർക്കാൻ പോയാലും ഒരു വില്ലേജ് ഓഫീസിൽ പോയാലും ആദ്യം ചോദിക്കുന്നതും അവിടെ നിന്ന് ഇങ്ങോട്ട് ജാതിയാണ്. പക്ഷേ തെയ്യം നിലനിൽക്കുന്നത് ക്ഷേത്ര ആചാര അനുഷ്ഠാനങ്ങളും ക്ഷേത്ര ചൈതന്യ രഹസ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഡോക്ടർ KV സജീവൻ അവർക്ക് ഈ ട്രസ്റ്റിൻ്റെ എല്ലാവിധ നന്മയും അർപ്പിച്ചുകൊള്ളുന്നു.